നമസ്കാരം. 1201 ചിങ്ങമാസത്തിലെ മകീരം നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാമാന്യ ഫലങ്ങളാണ്. ഓരോരുത്തർ ജനിച്ച സമയം ദശാപഹാര ചിത്രങ്ങളനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ സാമാന്യ ഫലമാണ് പറയുന്നത്. മകീരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു മധ്യപനഞ്ച് നക്ഷത്രമാണ് മകീരം. മകീരം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ ഭദ്രകാളി തന്നെയാണ്. മകീര നക്ഷത്രത്തിൽ ഭദ്രകാളിയാണ് ദേവത. ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക, ഭദ്രകാളിക്ക് വഴിപാടുകൾ കഴിക്കുക, ഇതെല്ലാം ചെയ്ത് വളരെ നന്നായിരിക്കും. ഇടവക്കൂറിൽ പകുതിയും ഇടവക്കൂറിൽ പകുതിയും ആദ്യ ഭാഗം മകീരം ആദ്യ ഭാഗം ഇടവക്കൂറിലും അവസാന ഭാഗം മിഥുനക്കൂറിലുമായിട്ടാണ് കിടക്കുന്നത് മകീര നക്ഷത്രം. മകീര നക്ഷത്രത്തിന് വേദനക്ഷത്രങ്ങളാണ് ചിത്രയും അവിട്ടവും. ചിത്ര നക്ഷത്രം അവിട്ട നക്ഷത്രവുമായിട്ട് യാതൊരു ബിസിനസ് ഇടപാടോ യാതൊരു വിവാഹ ജീവിതങ്ങളോ ഒന്നും ഇവർക്ക് പർപ്പറ്റില്ല, പരസ്പരം കലഹിച്ചു പോകും. അതാണ് ചിത്തിര അവിട്ടം മകീരം. ഇത് മധ്യപനഞ്ച് നക്ഷത്രം വേദനക്ഷത്രങ്ങളും തന്നെയാണ്. മകീരം നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ചൊവ്വാദശയിലാണ് ജനനം. മകീര നക്ഷത്ര ജാതർ ചൊവ്വാദശയിലാണ് ജനനം. ആ ചൊവ്വ ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ ഫലം. ഇത്തിരി ദേഷ്യം കൂടിയ ആൾക്കാരാണ് ഈ മകീരം അവിട്ടം ചിത്തിര നക്ഷത്രങ്ങൾ. മുൻകോപം ഉള്ളവരാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരാണ്. എങ്കിലും അവർ നല്ല ദൈവാധീനമുള്ള ആളുകളാണ് ഈ മകീരം നക്ഷത്രം. മകീരം ദേവഗണം കൂടിയാണ്, ചിത്തിരാസുരഗണമാണ്, അവിട്ടം അതെ. പക്ഷേ ഈ ഗണം എന്തായാലും ശരി, ഇവർ ദൈവാധീനത്തോടുകൂടി ഉള്ള ആളുകളാണ് ഈ മകീരം നക്ഷത്രക്കാർ. മകീരം നക്ഷത്രത്തിന് ജനനം തന്നെ ചൊവ്വാദശയിലാണ്. ദശാനാഥൻ ചൊവ്വയാണ്. ചൊവ്വ അത് ഓജരാശിയിലാണെങ്കിൽ ഇടവത്തിലാണെങ്കിൽ ഇടവക്കൂറിലാണെങ്കിൽ അത് ഭദ്രകാളിയും, മിഥുനക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ അത് സുബ്രഹ്മണ്യനുമാണ്. ഓജരാശിയിൽ സുബ്രഹ്മണ്യനും യുഗ്മരാശിയിൽ വരികയാണെങ്കിൽ അത് ഭദ്രകാളിയുമാണ്. ദശാനാഥൻ ഇടവരാശിയിൽ ജനിക്കുന്ന മകീര നക്ഷത്രക്കാരുടെയും ദശാനാഥൻ പറഞ്ഞു. രാശിനാഥൻ ശുക്രനാണ്. മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന മകീര നക്ഷത്ര ജാതയുടെയും രാശിനാഥൻ അത് ബുധനാണ്. അപ്പോൾ ഈ ദശാനാഥന്മാരുടെയും എവിടെയാണോ വസിക്കുന്നത് അതനുസരിച്ച് ഗുണദോഷ ഫലങ്ങളാണ് മകീര നക്ഷത്രക്കാർക്ക് കിട്ടുന്നത്. മകീര നക്ഷത്രം ഇടവക്കൂറുകാർക്ക് സാമാന്യേന നല്ലൊരു സമയമാണ്. 11 ശനിയാണ്, 2 വ്യാഴമാണ്. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. മിഥുന രാശിയിൽ ജനിച്ച മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനി കണ്ടകരാണ്, കർമ്മശനിയാണ്. വ്യാഴം കൂടെ തന്നെ വലിയ അനുകൂലമല്ല. അപ്പോൾ ഈ വക ബുദ്ധിമുട്ടുകളെ മറികടക്കാനായിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മകീര നക്ഷത്ര ജാതർ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലദായകമാണ്. മകീര നക്ഷത്രക്കാർ ദൃഢനിശ്ചയമുള്ളവരും സൽബുദ്ധിയുള്ളവരും എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ളവരുമാണ് മകീര നക്ഷത്രക്കാർ. മകീരം അതെ, അതിന് കൂടെ ചേർന്നാണ് ചിത്തിര അവിട്ടും. മകീര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം പാടില്ല. എടുത്തുചാട്ടം വന്നാൽ അപകടങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന സ്വഭാവം ഈ കൂട്ടർക്കില്ല. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാം. എപ്പോഴോ ഭക്ഷണം കഴിച്ചില്ല അങ്ങനത്തെ സ്വഭാവം ഉണ്ട്, അത് പാടണം. അത് മാറ്റിയേ പാടുള്ളൂ മകീര നക്ഷത്രം. അവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, കൃത്യനിഷ്ഠയോടുകൂടി പ്രഭാതത്തിൽ എഴുന്നേൽക്കും, പാതിര വരെ ഇരിക്കാതെ പ്രഭാതത്തിൽ എഴുന്നേൽക്കും, യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നാമജപങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മകീര നക്ഷത്രക്കാരുടെ തലവര തന്നെ മാറ്റിയെടുക്കുന്നു. അത്രയ്ക്കും നല്ലതാണ് മകീര നക്ഷത്രത്തിൻ്റെ. അപ്പോൾ ഈ മകീര നക്ഷത്രം സാമാന്യ സുന്ദരികളാണ്. അതിൻ്റേതായ അഹംഭാവം അവർക്കുണ്ട്, ഒരു ഈഗോ ഉണ്ട് അവർക്ക് മകീര നക്ഷത്രക്കാർക്ക്. അപ്പോൾ മകീര നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോട് ചെയ്യും. ചിലപ്പോൾ സമയം ലേറ്റായി, മടി, അലസത അതെല്ലാം മാറ്റി ഉഷാറായിട്ട്. അതിനാണ് ഞാൻ പറയുന്നത്, യോഗ മെഡിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യം നാളത്തേക്ക് വയ്ക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ചില കൂട്ടർക്കുണ്ട്. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്കാവട്ടെ, നാളെ മറ്റന്നാളത്തേക്കാവട്ടെ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. അന്നാന്ന് കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ നിമിഷം, ഏത് നിമിഷമാണോ ചിന്തിച്ച് ആ നിമിഷം തന്നെ ചെയ്തിരിക്കണം. അടുത്ത നിമിഷത്തേക്ക് മാറ്റിവെച്ചാൽ ഇതൊന്നും നടക്കില്ല. അതാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക.
പ്രാർത്ഥനയെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. ഇതെല്ലാം കൃത്യമായി ചെയ്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല. മകീരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് മുഖത്തിന് പ്രശ്നങ്ങൾ വരാൻ ശ്രദ്ധിക്കുക. മുഖത്തിന് പ്രശ്നങ്ങൾ വരാനും സംസാരത്തിന് പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അത് രാഹുവിൻ്റെയൊക്കെ നിൽപ്പനുസരിച്ചിരിക്കും മകീരത്തിന്. മകീരം ഭയങ്കര ഉത്തമോത്തമം ശക്തന്മാരാണ്. മകീരത്തിൻ്റെ മനസ്സുകൊണ്ട് ശക്തന്മാരാണ് അവർ. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് ശക്തിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് ശക്തന്മാരായിരിക്കും. മകീരം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ മകീര നക്ഷത്രം ഭദ്രകാളി എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും, മുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി. എല്ലാവർക്കും ഭദ്രകാളിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. മകീര നക്ഷത്രത്തിൻ്റെ ഇടവക്കൂറുകാർക്കാണെങ്കിൽ മകീര നക്ഷത്രത്തിൽ വന്നിരിക്കുന്നത് ഇത്തിരി സ്വല്പം ശാന്തരായിരിക്കും. നേരെ മറിച്ച് മിഥുനരാശിയുള്ളവരാണെങ്കിൽ ഇത്തിരി ദേഷ്യക്കാരും കോപിഷ്ഠരൊക്കെ ആയിരിക്കും. മകീര നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ അത് ഉപാസനാമൂർത്തി പറയുന്നത് നമ്മൾ ജനിച്ച രാശി തുടങ്ങി ജന്മരാശി പോലെ അത് ലഗ്നം തുടങ്ങി 5-ാം ഭാവത്തേക്ക് പറ്റും. 9-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഉപാസനയെ പറയുന്നത്. അത് പറയാൻ പറ്റില്ലല്ലോ. ഇവർ പ്രത്യേകിച്ച് ഭദ്രകാളി ശ്രമിക്കും ശബരിമല ദർശനം നടത്തുകയൊക്കെ ചെയ്താൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ സമാധാനമുണ്ടാകും. മകീരം എന്ന് വെച്ചാൽ സ്ത്രീകൾ വളരെയധികം പെട്ടെന്ന് ടെൻഷനായിരിക്കും. മകീരം ചിത്തിര ആവിട്ട നക്ഷത്രം ജനിച്ചവർക്ക് പെട്ടെന്ന് വികാര വിക്ഷുബ്ധരാകുന്നതാണ്. അവർ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് പിന്നീട് വരും. കാരണം അറ്റാച്ച്മെൻറ്റ് കൂടിയ ആൾക്കാരാണ് ഈ മകീര നക്ഷത്രങ്ങൾ. മക്കളോടും ഭർത്താവിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഈ അറ്റാച്ച്മെൻറ്റ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നല്ലതാണെങ്കിലും പിന്നെ അത് മോശമായിട്ട് വരികയും ചെയ്യും ഓരോ പരിധി കഴിയുമ്പോഴേക്കും. അപ്പം കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. മകീര നക്ഷത്രം കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. മകീരം ചിത്തിരാവിട്ടമല്ല മദ്യപാനം തൊട്ട് കഴിഞ്ഞാൽ മദ്യപാനത്തിന് അടിമകളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വർജിക്കുക, 8 അടി വർജിച്ചിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മകീര നക്ഷത്രക്കാർക്ക് വിജയിക്കാൻ സാധിക്കും.